ഇതെന്ത് ഇത് അതേപോലെ എഴുതി വെച്ചേക്കല്ലേ, ഇത് പോരാ, മൊത്തം മാറ്റേണ്ടി വരും. എടോ അതേപോലെ എടുക്കാനാണെങ്കിൽ അതങ്ങ് കണ്ടാ പോരെ, നമുക്ക് കുറച്ച് ചേഞ്ചസ് വേണ്ടേ സാർ? മെയിൻ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്? അതായത് ഈ ഒരു പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുമ്പോൾ ആനയൊക്കെ വെച്ചല്ലേ, അത് നമുക്ക് വേണ്ട. നമുക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ആനിമൽ ആവാം. സിംഹോ പുലി അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി. സിംഹം. പിന്നെ അതുപോലെ ഫസ്റ്റ് മറ്റേ ആ കൺമണിപ്പൂ എന്നുള്ള പാട്ടില്ലേ, അതും വേണ്ട കേട്ടോ. അതിന് പകരം നമുക്ക് അവിടെ ഒരു ഐറ്റം സോങ് വെക്കാം. പിന്നെ നായികയ്ക്ക് ഒത്തിരി പ്രായമൊന്നും വേണ്ട, നമുക്ക് മറ്റേ ശ്രീലീലയോ സുധീഷ് ഷെട്ടി അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കാം. അല്ല, അവരൊക്കെ ഏജ് ഡിഫറൻസ് അതാകും. നായകൻ വിഷമിച്ചിരിക്കുമ്പോൾ ഓരോരോ സോങ്ങും കൂടെ ആവാം. പിന്നെ അതിനകത്താണെങ്കിൽ മോനെ കൊന്നതിന്റെ പ്രതികാരമല്ലേ, ഇതിൽ വരുമ്പോ അത് വേണ്ട. അല്ല സാർ, ഇതിപ്പോ മോനെ കൊന്നതിന്റെ ഒരു റിവെഞ്ച് സ്റ്റോറി അല്ലേ, അപ്പം അതുപോലെ എടുത്താലല്ലേ ആ ഒരു ഇമോഷൻ വർക്ക് ആവത്തുള്ളൂ. അതല്ലടോ, അങ്ങനെ മോനെ കൊല്ലുവാണെങ്കിൽ ഈ ഐറ്റം സോങ്ങും നായികയും എല്ലാം ചേഞ്ച് ചെയ്യണം, അത് വേണ്ട. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അതിന് പകരമായിട്ട് ഈ നായകന്റെ എക്സ് കാമുകിയെ കൊല്ലുന്നു, അതിന് റിവെഞ്ച് എടുക്കുന്നു, അത് മതി. പിന്നെ അതിനകത്തൊരു പോലീസുകാരനല്ലായിരുന്നു വില്ലൻ, അത് വേണ്ട. നമുക്കിതിനകത്ത് CMO PMO അങ്ങനെ ആരെങ്കിലും ഒക്കെ വില്ലനായിട്ട് മതി. CM. പിന്നെ കുറച്ച് ചേസിങ് സീനും പിന്നെ നായകൻ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒരു എൻട്രി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തോ. പിന്നെ അതിനകത്താണെങ്കിൽ മോഹൻലാലിന്റെ പേര് ബെൻസ് എന്നല്ലേ, അതിപ്പോ നമുക്ക് ഇതിനകത്ത് മാറ്റാം. കുറച്ച് റിച്ച് ആയിട്ട് വല്ല റോൾസ് റോയ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി. അപ്പൊ നമുക്ക് സിനിമയുടെ പേരും റോൾസ് റോയ്സ് ആ കില്ലാടിന്നിടാം. ഏത് നല്ല പേര്. പിന്നെ അതുപോലെ ലാസ്റ്റിൽ ആ ജയിലിൽ കയറുന്ന സീനില്ലേ, അത് വേണ്ട. അതിന് പകരം നമുക്ക് ആ ജയിൽ മൊത്തത്തിൽ ബോംബിട്ട് കത്തിക്കുന്നതായിട്ട് മതി. അപ്പൊ ഒരു കാര്യം, ഇത്രയൊക്കെ ചേഞ്ചസ് വരുത്തി താൻ പുതിയൊരു കഥയായിട്ട് വാ.